അങ്ങനെ ആപ്പിൾ കമ്പനിക്ക് അവസാനം അമേരിക്ക തന്നെ ആപ്പ് അടിച്ചിരിക്കുകയാണ്. എന്താണ് ബ്രോ, ആപ്പിളിനൊക്കെ ടഫ് കൊടുക്കാൻ ആരെ കൊണ്ട് പറ്റിയെന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആപ്പിൾ ഫാൻസ് ആൻഡ്രോയിഡ് ഈസ് ദ ഫ്യൂച്ചർ, അതുകൊണ്ട് ആപ്പിൾ ഖതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൻഡ്രോയിഡ് ഫാൻസ് ഒരു ഭാഗത്ത് തകൃതിയായിട്ട് ആർഗ്യുമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിഷയം എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ സിമ്പിളായി പറയാം. അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആപ്പിൾ പ്രോഡക്റ്റ് എന്ന് വിശേഷിപ്പിക്കുന്നതിലും ആപ്പിൾ ട്രാപ്പ് എന്ന് നമുക്ക് പറയാം. കാരണം നിങ്ങൾ ഐഫോൺ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിൻ്റെ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടാൻ ആപ്പിളിൻ്റെ തന്നെ എല്ലാ ആക്സസറീസും വാങ്ങി ഉപയോഗിക്കേണ്ടി വരും. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ എനിക്കിപ്പോൾ ആപ്പിളിൻ്റെ സ്മാർട്ട് വാച്ച് ഉപയോഗിക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ ഉറപ്പായിട്ട് ഐഫോൺ ഉണ്ടായിരിക്കണം. അതേപോലെ എൻ്റെ ഐഫോണിൽ നിന്ന് വിൻഡോസ് ലാപ്ടോപ്പിലേക്ക് ഫയൽ ഷെയർ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യില്ല. അതിനുവേണ്ടി ഞാൻ ചിലപ്പോൾ ആപ്പിളിൻ്റെ മാക്ബുക്ക് വാങ്ങിക്കേണ്ടി വരും, അതേപോലെ എയർപോഡ് വാങ്ങിക്കേണ്ടി വരും, പിന്നീട് ഐപാഡ് വാങ്ങിക്കേണ്ടി വരും. ഇങ്ങനെ ബെറ്റർ എക്സ്പീരിയൻസ് എന്നൊരു കഥ പറഞ്ഞ് വീണ്ടും വീണ്ടും ആപ്പിളിൻ്റെ പ്രോഡക്ട്സ് വാങ്ങിപ്പിക്കാനുള്ള ഒരു മോണോപോളി ട്രാപ്പ്. അതായത് എന്ത് വാങ്ങിയാലും ആപ്പിളിൻ്റെ തന്നെ പ്രോഡക്റ്റ് വാങ്ങണം എന്നൊരു സിറ്റുവേഷൻ, അതും കൂടുതൽ പണം ചെലവഴിച്ച്. ഈ ട്രാപ്പിനാണ് അമേരിക്കയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് അവരുടെ ആന്റി ട്രസ്റ്റ് ലോ എന്ന നിയമം തെറ്റിച്ചെന്ന് പറഞ്ഞ് ആപ്പിളിനെതിരെ ഇപ്പോൾ കേസ് നൽകിയിരിക്കുന്നത്. ആന്റി ട്രസ്റ്റ് ലോ എന്താണെന്ന് മനസ്സിലാക്കാൻ ഞാൻ ചെറിയൊരു കഥ പറയാം. ഒരു ഉദാഹരണത്തിന് എറണാകുളം ലുലുമാളിൻ്റെ അടുത്ത് ഞാൻ ഒരു കുഴിമന്തി കട നടത്തുകയാണ് എന്ന് കരുതുക. എനിക്ക് കോമ്പറ്റീഷനായിട്ട് അവിടെ വേറെ ആരും തന്നെ ഇല്ല. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്ത് പുതിയൊരാൾ ഒരു കുഴിമന്തി കട ഓപ്പൺ ചെയ്യുന്നു. അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം എൻ്റെ കടയിലേക്ക് വന്ന ചില കസ്റ്റമേഴ്സ് അങ്ങോട്ട് പോകാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും എനിക്കൊരു പേടി ഉണ്ടാവുമല്ലോ, ഇനി എൻ്റെ കടയിലേക്ക് ആൾ വരുമോ. സോ അങ്ങനെയുള്ളൊരു പേടി കാരണം ഞാൻ എന്ത് ചെയ്തു, ഞാൻ അവിടെയുള്ള ചിക്കൻ കടകളിലേക്കെല്ലാം പോയി ആ ചിക്കൻ കടക്കാരെ കുറച്ച് പൈസ കൊടുക്കുന്നു. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അവരെ കൺവിൻസ് ചെയ്തതിന് ശേഷം ഈ പുതിയ കുഴിമന്തി കടയ്ക്ക് ഇനി ചിക്കൻ കൊടുക്കരുത്, കൊടുത്താലും പഴകിയ ചിക്കൻ കൊടുക്കുക, എങ്ങനെയും അവരുടെ ബിസിനസ് തകർക്കുക, അതല്ലെങ്കിൽ അവരെ മാർക്കറ്റിൽ വളരാൻ അനുവദിക്കരുത്. ഇതേപോലെ ഇല്ലീഗലായിട്ട് ഒരു കമ്പനി ചെയ്യുന്നത് തടയാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. ആപ്പിൾ ട്രൈ ചെയ്യുന്നത് ഫ്യൂച്ചറിൽ എല്ലാവരും ആപ്പിളിന്റെ പ്രോഡക്ട്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് വേണം ജീവിക്കാൻ, ആപ്പിൾ പ്രോഡക്ട്സ് മാത്രം വാങ്ങണം എന്നൊരു സിറ്റുവേഷൻ ഉണ്ടാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ആപ്പിൾ എത്ര നല്ല പ്രോഡക്റ്റുകൾ തന്നാലും എത്ര സെക്യൂരിറ്റി ഉണ്ടെങ്കിലും മറ്റ് കമ്പനികളെ വളരാൻ അനുവദിക്കാത്ത ഒരു തെറ്റ് തന്നെയാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് കേസ് ഫയൽ ചെയ്യാനുള്ള കാരണങ്ങൾ പ്രധാനമായും ആപ്പിൾ അവരുടെ കസ്റ്റമേഴ്സിനെയും സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിനെയും ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. For consumers, that has meant fewer choices, higher prices and fees, lower quality smartphones, apps and accessories, and less innovation from Apple and its competitors. ആപ്പിൾ പ്രോഡക്റ്റ് വാങ്ങുന്നവർക്ക് അവരുടെ തന്നെ പ്രോഡക്ട്സ് അതല്ലെങ്കിൽ അവരുടെ തന്നെ ആക്സസറീസ് സോഫ്റ്റ്വെയർ അല്ലാതെ മറ്റൊന്നും വാങ്ങാനുള്ള ഒരു ചോയ്സ് ഇല്ല. കസ്റ്റമേഴ്സ് ഒരുപാട് പൈസ മുടക്കുന്നെങ്കിൽ ആ പൈസയ്ക്ക് വർത്ത് അതല്ലെങ്കിൽ ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സും ആക്സസറീസും അല്ല ആപ്പിൾ നൽകുന്നതെന്ന് ഗവൺമെന്റ് പറയുന്നു. സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിന് പൈസ കൊടുത്തും അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ കൺവിൻസ് ചെയ്തും ആപ്പിൾ iOSന്റെ തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ നിർമ്മിക്കാതിരിക്കാൻ ഇവരെ സ്വാധീനിക്കുന്നുണ്ട്. അതായത് സൈഡ് ലോഡിംഗ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഒരു ആപ്പ് സെർച്ച് ചെയ്യണം, അതവിടെ കിട്ടിയില്ലെങ്കിൽ നേരെ ഗൂഗിളിൽ ചെന്ന് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇതിനെയാണ് സൈഡ് ലോഡിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ആപ്പിളിൽ ഐസ്റ്റോറിൽ നിന്ന് മാത്രമേ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇത് നല്ല കാര്യമല്ലേ, സെക്യൂരിറ്റി ഉണ്ടല്ലോ എന്ന് പറഞ്ഞാലും കസ്റ്റമേഴ്സിനെ മറ്റ് ചോയ്സിലേക്ക് പോകാതെ തടുക്കാനാണ് ആപ്പിൾ ശ്രമിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് തേർഡ് പാർട്ടി ആപ്പുകൾ ഡെവലപ്പ് ചെയ്യുന്ന കമ്പനികളെ ഡൗൺഗ്രേഡ് ചെയ്ത് ആപ്പിൾ മാത്രമേ നിലനിൽക്കാൻ ശ്രമിക്കുന്നു. ഇത് പക്ഷേ അനുവദിക്കാൻ കഴിയില്ലെന്നാണ് അമേരിക്കൻ ഗവൺമെന്റ് പറയുന്നത്. ആപ്പിളും ആൻഡ്രോയിഡും എല്ലാം ഉപയോഗിക്കുന്ന നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞിരിക്കുക, ഏത് സോഫ്റ്റ്വെയർ ആണെങ്കിലും അത് മാർക്കറ്റിൽ വളരണമെങ്കിൽ, അതായത് പബ്ലിക്കായി വളരണമെങ്കിൽ അത് FOSS ആയിരിക്കണം. FOSS എന്ന് പറഞ്ഞാൽ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. അതായത് വലിയ എക്സ്പെൻസ് ഒന്നുമില്ലാതെ ഈ സോഫ്റ്റ്വെയറിന്റെ ലൈസൻസ് വെർഷൻ പർച്ചേസ് ചെയ്തോ അതല്ലെങ്കിൽ ഫ്രീ വേർഷൻസ് സ്വന്തമാക്കിയോ നമ്മുടെ ആവശ്യകതയ്ക്കനുസരിച്ച് മോഡിഫൈ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ആൻഡ്രോയിഡ് ഒരു FOSS ആയതുകൊണ്ടാണ് ആൻഡ്രോയിഡ് ടിവിയും ആൻഡ്രോയിഡ് മൊബൈലും ആൻഡ്രോയിഡ് ടാബ്ലറ്റും കാറിന്റെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം അങ്ങനെ ഒരുപാട് ഇലക്ട്രോണിക് ഡിവൈസുകൾ ഇപ്പോൾ മാർക്കറ്റിലുള്ളത്. നമ്മൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ പരസ്യം കാണാറില്ലേ, 32 ഇഞ്ച് ആൻഡ്രോയിഡ് TV, അതായത് ലോക്കൽ ആൻഡ്രോയിഡ് TV വെറും 5000 രൂപയ്ക്ക് എന്നൊക്കെ. സോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് നിങ്ങൾക്ക് സ്വന്തമായ ഒരു ആൻഡ്രോയിഡ് TV ബ്രാൻഡ് ചെയ്ത് വിൽക്കാവുന്നതാണ്. ആൻഡ്രോയിഡ് OS അതല്ലെങ്കിൽ മറ്റ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ സ്വയം ഡെവലപ്പ് ആകുന്നതല്ലാതെ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ചുറ്റുമിരിക്കുന്ന മറ്റ് കമ്പനികൾ അല്ലെങ്കിൽ മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളെയും കൂടെ ഡെവലപ്പാണ് ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു കേസ് ഫയൽ ചെയ്തതോടുകൂടി ആപ്പിളിന്റെ മാർക്കറ്റ് വാല്യൂ ഏകദേശം $113 ബില്യൺ കുറഞ്ഞിരിക്കുന്നത്. ഏകദേശം $2 ട്രില്യൺ മേളിൽ നെറ്റ് വർത്തുള്ള ആപ്പിളിന് ഈ പൈസ ഒരു വലിയ വിഷയമേ അല്ല. പക്ഷേ ഈ കേസ് കഴിയുമ്പോൾ അറിയാം എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ആപ്പിൾ എന്തെങ്കിലും ഫീച്ചേഴ്സ് കൊണ്ടുവരുമോ അതോ പൈസ ചെലവാക്കി ഈ കേസിൽ നിന്ന് ഊരിപ്പോരുമോ എന്ന്. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഏതാണ്, നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ആണോ iOS ആണോ ഇഷ്ടം, എന്താണ് അതിന്റെ കാരണമെന്ന് മറക്കാതെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഹാവ് എ ഗുഡ് ഡേ ആൻഡ് ഗുഡ് ബൈ.